ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വാർത്ത വന്നിരുന്നു. നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നില്ല. അത് പ്രശോഭ് സി വത്സൻ എന്ന് പറയുന്ന പാലക്കാട് നഗരസഭയിലെ ഒരു കൗൺസിലർ. അദ്ദേഹം ഇപ്പോൾ ഒളിവിലാണ്. എവിടെയോ ടൂറിലാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തിനെതിരെ ഒരു പരാതി വന്നു. കൂടാതെ അദ്ദേഹത്തിൻ്റെ പിതാവിനെതിരെയും ഒരു പരാതി വന്നു. ആ പരാതി വത്സൻ എന്നുള്ളതാണ്. ഈ പരാതി വരാൻ കാരണമെന്ന് പറയുന്നത് ഒരു സ്ത്രീ പീഡന പരാതിയാണ്. ആ പരാതി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു ദളിത് പെൺകുട്ടിയുടെ പരാതിയാണ്. ഒരു ജോലി വാഗ്ദാനം ചെയ്ത് വിവിധ ഇടങ്ങളിൽ വെച്ച് പീഡനം നടത്തി എന്നുള്ളതാണ് പരാതി. ആ പീഡനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജോലിയുടെ അഭിമുഖത്തിനായിട്ട് പട്ടാമ്പിയിൽ വ്യാപാര സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കാറിൽ കയറ്റി കാറിൽ വെച്ച് പീഡനം നടത്തി. അതിനുശേഷം പിന്നെ രണ്ടാമത്തെ പീഡനം പാലക്കാട് ജില്ലാ ആശുപത്രിക്കകത്ത് വെച്ച് നടത്തി. പിന്നെ ഭീഷണിപ്പെടുത്തി ഹോട്ടൽ റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ ആക്രമണം വന്ന് മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തി എന്നുള്ളതാണ് അവർ പറഞ്ഞേക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്കറിയാം, പാലക്കാട് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് ഒരു MLA ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നായിരുന്നു. ഇത്തരത്തിലുള്ള പീഡന പരാതികളിൽ പൊറുതിമുട്ടി അദ്ദേഹത്തിന് ഏറ്റവും ഒടുവിൽ കോൺഗ്രസിൽ നിന്ന് തന്നെ പുറത്താക്കേണ്ടി വന്നു. ആ പുറത്താക്കേണ്ടി വന്നതിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ഈ പറയുന്ന പ്രശോഭ് സി വത്സനെതിരെയുള്ള പരാതി വന്നേക്കുന്നത്. കോൺഗ്രസ് ഒന്നുകൂടി വെട്ടിലായിട്ടുണ്ട്. അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുണ്ട് പതിവ് പോലെ. പക്ഷെ അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. അത് പാലക്കാട് കത്തുന്ന ഒരു ആരോപണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പീഡനങ്ങളെ തുടർന്ന് ഈ പെൺകുട്ടി ഗർഭിണിയാവുകയും പിന്നീട് ഗർഭഛിദ്രത്തിന് മരുന്ന് നൽകുകയും ചെയ്തു. ഇനി ആ മരുന്ന് മാങ്കൂട്ടത്തിനടുത്ത് കിട്ടിയാണോ ഇല്ലെന്ന് നമുക്കറിയില്ല. എന്താണെങ്കിലും ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ തൻ്റെ ആശാനാണെന്നും കൂടാതെ നിരവധി MLA മാരുമായി എനിക്ക് അടുത്ത ബന്ധമുണ്ട് എന്നുമാണ് പറഞ്ഞേക്കുന്നത്. പിണറായിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായിക്കും അതുപോലെ ഡിസ്ട്രിക്ട് പോലീസ് സൂപ്രണ്ടിനുമൊക്കെ പരാതി അയച്ചിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരു കാര്യം കൂടി മറക്കരുത്. ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ ആണ്. അത് രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യമാണ്. അത് മാതൃഭൂമിയുടെ ഒരു അഭിമുഖത്തിലാണ്. അതിൽ അദ്ദേഹം പറഞ്ഞേക്കുന്നത് ഒരു 2-3 ബലാത്സംഗങ്ങളൊന്നും ചെയ്യാതെ ഈ പാർട്ടിയിൽ ഇനി നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കൂടാതെ മുഖ്യമന്ത്രിയായിട്ട് ഇപ്പോൾ സൈബർ അണികളുടെ അടുത്ത് ചോദിച്ചാൽ മുഖ്യമന്ത്രിയായിട്ട് രാഹുൽ മാങ്കൂട്ടത്തെ ആക്കണമെന്ന് പറയും. കൂടാതെ KPCC പ്രസിഡൻ്റായിട്ട് ശ്രീനാദേവി കുഞ്ഞമ്മയെ കൂടി ആക്കണമെന്ന് പറയും എന്നാണ് 40 കൊല്ലത്തിലധികം കോൺഗ്രസിൽ പാരമ്പര്യമുള്ള കൊല്ലത്ത് നിന്നുള്ള ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാവ് നമ്മുടെ പ്രിയപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താൻ, അദ്ദേഹം കാസർഗോഡിൻ്റെ MP കൂടിയാണ്, അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ പരാതികളെ കൂടി കാണേണ്ടത് എന്ന് മാത്രമേ പറയാനുള്ളൂ. യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ ആശാൻ ഈ പറയുന്ന പോലെ രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു വ്യത്യാസവുമില്ല. ഇതുകൂടി കത്തുന്ന ഒരു പ്രചരണ ആയുധമായി BJPയും ശോഭാ സുരേന്ദ്രനുമൊക്കെ അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പിഷാരടിയുടെ ജയത്തിന് ഇതൊരു വിലങ്ങുതടിയാകുമോ ഇല്ലയോ എന്ന് മാത്രമേ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുള്ളൂ. പക്ഷേ പിഷാരടി വളരെ കൃത്യമായി പറഞ്ഞേക്കുന്നത് ഈ പറയുന്ന ദളിത് പെൺകുട്ടിയുടെ ഒപ്പമാണ്. പെൺകുട്ടിക്ക് നീതി കിട്ടണമെന്നാണ്. ആർക്ക് നീതി കിട്ടും, ആര് ജയിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാം.